ഈ അഖിൽമാരാറും രാഹുൽ ഈശ്വരൊക്കെ ഏകദേശം സെയിം ടൈപ്പ് ആൾക്കാരാണ്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഒരു ഷോ കാണിച്ചാണ് അവരുടെ നിലനിൽപ്പ് തന്നെ. അന്ന് ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ഈ അഖിൽമാരാർ ഏണ്ടൊക്കെ വിളിച്ച് പറഞ്ഞ് നടപ്പുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, ഇവൻ വെറുതെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഒരിടത്തും ഒരു കേസും ഫയലാവുന്നില്ല, ഒന്നും ആവുന്നില്ല. വെറുതെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഇൻ്റർവ്യൂവിന് പൈസ മേടിക്കുന്നുണ്ട്. ഓരോ ഇൻ്റർവ്യൂവിനും അവൻ കാശ് മേടിച്ചിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എവിടെയൊക്കെ പോയി അതൊക്കെ ഇൻ്റർവ്യൂ നടത്തി അവരെല്ലാം ഇങ്ങനെ നമ്മോട് പറയും, എടാ ഇത് ഇത്ര രൂപയായി, ഇവന് ഇത്ര രൂപയും GST അങ്ങനെ കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുവാന്ന് കുറച്ചാൾ. ഇതിന് മുമ്പ് ശ്രദ്ധിച്ചറിയാം, ഈ ആവശ്യമില്ലാത്തടത്ത് കയറി ചെന്ന് ചുമ്മാ കച്ചറ ഉണ്ടാക്കല പരിപാടി, വെറും കൂറ. ഇവനും ഉണ്ടാ പ്രശ്നം രാഹുൽ ഈശ്വറിന്. ഇപ്പം ഇപ്പോൾ ഈ അഖിൽമാരാറിനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ദിലീപ് പുറത്തു ഇരിക്കും, അഖിൽമാരാർ അകത്തും ഇരിക്കും. നേരത്തെ പറഞ്ഞ പോലെ അവസ്ഥയുണ്ടാവും. ആ രാഹുൽ ഈശ്വരൻ എന്ത് ചെയ്യുന്നോ എന്തോ. ഇവരൊക്കെ എങ്ങനെ ഇങ്ങനെ ആവുന്നതെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇവൻ്റെയൊക്കെ ആവശ്യം എന്തോ? ഇവൻ ആരാ? എനിക്കറിയാൻ വേണ്ടി ഇവൻ്റെ പ്രശ്നം എന്തോ? ഇവൻ ഈ ആവശ്യമില്ലാത്തടത്തൊക്കെ ഇടപെടുക. ഇത് കണ്ടോണം, ഞാൻ പറഞ്ഞില്ലേ, ദിലീപ് എന്ന് പറഞ്ഞ നടൻ മിക്കവാറും ഇവനെ ആളെ വിട്ട് തല്ലിക്കും. അതിനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ട്, ഈ പറഞ്ഞവനെ എന്തെങ്കിലും പൈസ കൊടുത്തിട്ടാണ് ദിലീപിനോട് ഒഴിവാക്കാൻ. ദിലീപിന് രക്ഷപ്പെടുക എന്നല്ല, ദിലീപിന് നാണക്കേട് കൂട്ടിത്തരും. കണ്ടോ വിഷയം പോകുന്ന പോക്ക് കണ്ടോ? ഇവൻ നിർത്തത്തൊന്നുമില്ല, ഇവൻ ഇനിയും പറയും. എന്നിട്ട് ദിലീപിൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. കണ്ടവർക്കും ദിലീപിനും ഭയങ്കരമായിട്ട് കൂട്ടുകാരാന്നൊക്കെ. വല്ലാത്ത അസുഖമല്ലേ അത്? എനിക്ക് തോന്നുന്നു അഖിൽമാരാറേ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് തോന്നുന്നു. ദിലീപിൻ്റെ കൂടെ നിന്ന് ദിലീപിൻ്റെ കുതികാൽ വെട്ടി, ദിലീപിനെ പിന്നിൽ നിന്ന് കുത്തി, ദിലീപിൻ്റെ അടിനാവി ഇടിച്ച് കലക്കി, കൂമ്പിടിച്ച് വാട്ടി തൂക്കിക്കൊല്ലാനുള്ള എന്തോ പരിപാടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദിലീപിനത് മനസ്സിലാവുന്നുമില്ല. ദിലീപ് അതറിഞ്ഞാൽ ചിലപ്പോൾ അഖിൽമാരാറിനെ ഇതുപോലെ വല്ല വണ്ടിയുടെ ബാക്കിലിട്ട് ഒരു ഡെമോ കാണിച്ചു കൊടുത്തേനെ. അല്ല, ശരിക്കും അതൊക്കെയാണ് വേണ്ടത്. ഇവൻ എന്തിൻ്റെ കേടാന്ന് നോക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, എപ്പോഴും ഈ അഖിൽമാരാർ ഇങ്ങനത്തെ ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വലിയ ആത്മാർത്ഥതയൊന്നുമില്ല. പിന്നെ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോയെന്നിരിക്കും. മനസ്സിലായോ? അവരുടെ തൊഴിലതാണ്. അവരങ്ങനത്തെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇതും അവൻ്റെ ഒരു തൊഴിലാണ്. ഏതാണ്ട് എത്രയോ നമ്പർ ഓഫ് ചാനൽ ചർച്ചകൾ ഇരുന്ന ആളാണ് ഞാൻ. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം എന്നൊക്കെ തൊപ്പിയോട് ചോദിക്കുന്നത് ഓർമ്മയുണ്ടോ? ഇവനെ പണ്ടങ്ങാണ് ഇവൻ ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഇവൻ ശരിയാകത്തില്ല, ഇവൻ്റെ വർത്താനം ശരിയല്ല, അല്ലല്ല ഇവനൊരു മാരി അതൊന്നും ആർക്കും മനസ്സിലാകത്തൊന്നുമില്ലെന്ന്. ഇത് ഒരുപാട് കാലെടുക്കും ഓരോരുത്തരെ മനസ്സിലാക്കിയെടുക്കാൻ ഇവിടെ ഉള്ളവർ. ഇതാദ്യമേ സെൻസർ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബൗസാമി നല്ലപോലെ നൃത്തം വെക്കും. ബൗസാമി ക്ഷേത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. ബൗസാമി മനസ്സിലായി. ബൗസാമി പറയുന്നതൊക്കെ നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളവർ, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവരൊക്കെ ചുമ്മാ കിടന്നുകൊണ്ട് ഇപ്പം മാറ്റി പറയുക, അവനെ പറ്റി അങ്ങനെ വിചാരിച്ചില്ലെന്ന്. ഇതൊക്കെ അവനെ കണ്ടാലറിയാം, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും എന്താ ഐറ്റം എന്നുള്ളത്. എന്നൊന്നും എന്തൊക്കെയോ പറയുക. എന്നിട്ട് എന്താ ബിഗ് ബോസിൽ പോകുന്നത് ലുലുമോളിൽ തുണിയില്ല നടക്കുന്നതുകൊണ്ട്, എന്നിട്ട് അതിനകത്ത് പോയിരിക്കുക. അത്രേ ഉള്ളൂ.